ഗതകാല സ്മരണകൾ ഉണർത്തി നിറയുത്സവം. ക്ഷേത്രങ്ങളും തറവാടുകളും ഒരുങ്ങിക്കഴിഞ്ഞു. ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ. സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട. എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ നിറയുത്സവത്തിനായി കാലങ്ങളായി വെങ്ങര ചെമ്പല്ലിക്കുണ്ട് ശ്രീ ആര്യക്കര ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുമാണ് കതിർക്കറ്റകൾ കൊണ്ടുപോകുന്നത്. വെങ്ങര വടക്കന്മാർ വീട് തറവാട്ടുകാർ വിഷുസംക്രമ നാളിൽ വിത്തിറക്കി പാകമായ കതിർ കൊയ്തെടുത്ത് ക്ഷേത്രത്തിലെ മാടൻ കണ്ണൻ കാരണവർക്ക് നൽകി. പാരമ്പര്യമായി വടക്കന്മാർ വീട്ടിലെ തറവാട്ടിലെ അംഗമായ സുരേന്ദ്രനാണ് ഈ കർമ്മം ചെയ്തു വരുന്നത്. കതിരരിഞ്ഞു കൊടുക്കേണ്ടത് അവരാണ്. ഇത് കൊണ്ടുപോകേണ്ടത് മാടൻ തറവാട്ടുകാരാണ്. മാടൻ തറവാട്ടുകാർക്കാണ് ഇതിൻ്റെ അവകാശം. അവർ തലച്ചുമടായിട്ട് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ അമ്പലത്തിലെത്തിക്കണം. നാളെയാണ് നിറം. ആണ്ടാംകുളത്തിൻകരയിലെ തറയിൽ കതിർക്കറ്റകൾ വെച്ച് വിവിധ ചടങ്ങുകൾക്ക് ശേഷം പാന്തോൻ ഉപയോഗിച്ച് കറ്റകൾ കെട്ടിയെടുക്കുകയും ചെയ്യുന്നു. ക്ഷേത്ര തിരുനടയിൽ വെച്ച് പൂജകൾക്ക് ശേഷം ഇതിനായി നിയോഗിച്ച രതീഷ് എന്നവർ തലച്ചുമടായി തളിപ്പറമ്പിലേക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സംഘങ്ങളായി പുറപ്പെട്ടു. വിവിധയിടങ്ങളിൽ ആവശ്യമുള്ളവർക്ക് പ്രത്യേകമായി കരുതിയ കതിർ നൽകുകയും ചെയ്യുന്നു. അടുത്തില, നെരുവമ്പുറം, കൊട്ടില, നരിക്കോട്, കുപ്പം വഴി വൈകിട്ടോടെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കും. പടിഞ്ഞാറ് വശത്തുള്ള കതിർവെക്കുംതറയിൽ സമർപ്പിക്കുകയും ക്ഷേത്രം തന്ത്രിയെത്തി പുണ്യാഹം തളിച്ച് കതിർക്കറ്റകൾ ക്ഷേത്ര നടയിൽ കൊണ്ടുവെക്കും. ക്ഷേത്രത്തിലേക്ക് ഈ ചടങ്ങുകൾക്കായി അനുവദിച്ച തുക ക്ഷേത്ര കമ്മിറ്റി ഏറ്റുവാങ്ങുകയും ചെയ്യുന്നു. കാലങ്ങളായി നടന്നുവരുന്ന ചടങ്ങിനെക്കുറിച്ച് ക്ഷേത്രം പ്രസിഡന്റ് എം ചന്ദ്രന്റെ വാക്കുകളിലേക്ക്. ഇത് കാലാകാലങ്ങളായി എത്രയോ വർഷങ്ങൾ മുമ്പേ ചെയ്തു വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഈ കതിർ അരിയൽ. ഈ കതിർ അരിഞ്ഞ് കഴിഞ്ഞിട്ടാകുമ്പം നമ്മൾ അമ്പലത്തിലൊരു ചടങ്ങുണ്ട്. അത് കഴിഞ്ഞിട്ടാകുമ്പം കാൽനടയായി തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ പോകുന്നതാണ്. അതുപോലെ ഈ നെൽക്കതിർ ഉണ്ടാക്കുന്നതിന് മേടമാസത്തിൽ വിത്തിട്ട് കഴിഞ്ഞാൽ നനക്കാൻ വേണ്ടി ഒരു കുളം ഉണ്ടായിരുന്നു. ആ കുളം ആ സമയത്ത് വറ്റിപ്പോകുന്ന ഒരവസ്ഥയാണ്. അത് പുനരുദ്ധരിച്ച് തരുവാൻ നമ്മുടെ ദേവസ്വം ടി.യോട് പ്രത്യേകമായി നമ്മളൊരു അപേക്ഷ കൊടുക്കുന്നുണ്ട്. അത് സംരക്ഷിച്ച് പോകണം. അതിൽ നിന്ന് വെള്ളമെടുത്തിട്ടായി നനച്ചിട്ട് നമ്മൾ വിത്ത് മുളപ്പിക്കേണ്ടത്. അപ്പോൾ ഈ ചടങ്ങ് എല്ലാ വർഷവും നടക്കുന്ന അതിൻ്റെ മുൻകാലങ്ങളിൽ ഇതിൻ്റെ ഒരു കാരണവരുണ്ടായിരുന്നു, ഒരു കോമൻ. അയാൾ മരണപ്പെട്ട് ഒരു വർഷം കഴിഞ്ഞു. അതിനുശേഷം അയാൾ അനിയനാണ് ഈ കർമ്മത്തെ ഏറ്റെടുത്ത് നടത്തുന്നത്. അപ്പോൾ നാട്ടുകാരെ ഒരു കമ്മിറ്റി, പിന്നെ തറവാട്ടുകാരെ ഒരു കമ്മിറ്റി എല്ലാം കൂടി ഈ വിപുലമായി ഒരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം. നമ്മൾ ഈ കാൽനടയിൽ പോകുന്ന സമയത്ത് വഴിയിൽ അടുത്തില, പിന്നെ നരിക്കോട്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ കതിർ ഏറ്റുവാങ്ങാൻ വേണ്ടി ആൾക്കാരുണ്ടാവും. അതിനൊരു അറിയിപ്പ് മുമ്പേ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഒരു വാർത്താ മാധ്യമങ്ങളിൽ കൂടി അത് ഇന്ന ദിവസം വരുന്നുണ്ട്, അതൊരു അറിയിപ്പായി കണക്കാക്കുന്നവർ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു. അതും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ആ കൊടുത്തു കഴിഞ്ഞാൽ നേരെ പോകുന്നത് നമ്മൾ ക്ഷേത്രത്തിലേക്കാണ്, രാജരാജേശ്വരി ക്ഷേത്രത്തിലേക്കാണ്. അവിടെ വെച്ചിട്ട് ആ കർമ്മം നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ദക്ഷിണയായി തരും അവരൊരു തുക, ഇതിൻ്റെ ഒരു തുക. അത് വാങ്ങി നമ്മൾ തിരിച്ച് വരുമ്പോൾ വാഹനത്തിലാണ് തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. ഇവിടെ എത്തിയിട്ട് ചടങ്ങുണ്ട്. ഈ ചടങ്ങ് കഴിഞ്ഞിട്ടാകുമ്പോൾ 7-ാം തീയതി നാളെ രാവിലെ
ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് ഏകദേശം ഉച്ചയോടുകൂടി വടക്കന്മാരുടെ വീട്ടിലാണ് ഇവർക്ക് സദ്യ ഒരുക്കിയിട്ടുള്ളത്. അവർ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ആ ക്ഷേത്രത്തിലേക്ക് ബാല്യക്കാരും നമ്മുടെ കാരണവരും എല്ലാവരും ആ വീട്ടിൽ പോയി അവിടെ ഒരുക്കിയിട്ടുള്ള ആ ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് പിരിയുന്നതായിരിക്കും. 7-ാം തീയതി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വെങ്ങര വടക്കന്മാർ വീട്ട് തറവാട്ടിലെത്തി അവിടെ നടക്കുന്ന സദ്യയിലും പങ്കെടുക്കും. മാടൻ കണ്ണൻ, രതീഷ് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് എം ചന്ദ്രൻ, കെ ഗണേശൻ, ഉമേശൻ എം രാഘവൻ എന്നിവർ നേതൃത്വം നൽകി. വടക്കൻ വാർത്തകൾക്ക് വേണ്ടി വെങ്ങരയിൽ നിന്നും ടി ബാബു, പഴയങ്ങാടി. ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ. സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട. എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വിശ്വസിച്ച് വാങ്ങാം. സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം. വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തര മലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല. ഇതൊക്കെ എവിടെയെന്നല്ലേ? ബാഗ് ബസാറിൽ. അല്ല പിന്നെ, ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ബാഗ് ഷോറൂം. ഒപ്പം റെയിൻ കോട്ടുകൾ, കുടകൾ, വാട്ടർ ബോട്ടിലുകൾ, ടിഫിൻ ബോക്സുകൾ തുടങ്ങി എല്ലാം ബാഗ് ബസാറിലുണ്ട്. 30 വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇല്ലാത്ത ഓഫറുകളുടെ ഓൺലൈൻ കെണിയിൽ കുരുങ്ങേണ്ട. നേരെ വേഗം ബാഗ് ബസാറിലേക്ക് വന്നോളൂ. ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായ നിരക്കിൽ തിരഞ്ഞെടുത്തോളൂ. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. മൊബൈൽ 9895111161 and 9072702082. Bag Bazaar, Balaji Tower opposite Grand Tejas, New Bus Stand, Payyanur. 9946747570.